ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ, സാലിഹീങ്ങളുടെ പാത നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അത് പറഞ്ഞിട്ടല്ലേ മുസ്ലിമേ നമ്മൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അവരുടെ സഴിയിൽ പ്രവേശിക്കണമെന്നാ പറയുന്നത്. അംബിയായിന്റെ പാത എന്ന് പറഞ്ഞാൽ പോരാ, ശുഹദാക്കളുടെ പാതയിലാണെന്ന് പറഞ്ഞാൽ പോരാ, സജ്ജന പാതയിലാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ പോരാ. അവരുടെ പാത മനസ്സിലാക്കണം, അവര് പോയ വഴി മനസ്സിലാക്കണം, അവര് ചെയ്ത സഴികൾ മനസ്സിലാക്കണം, അവര് ചെയ്ത പരിശ്രമങ്ങൾ മനസ്സിലാക്കണം. അവരാരും ഒരു മഹാത്മാവിനോടുള്ള ആദരവായിക്കൊണ്ട് ഖബർ കെട്ടിപ്പടുക്കൽ കണ്ടിട്ടില്ല, അവിടെ വിളക്ക് കൊളുത്തൽ അതിന്റെ ആദരവിന്റെ അടയാളമായി കണ്ടിട്ടില്ല, അവർക്ക് വേണ്ടി അവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ ആദരവിന്റെ അടയാളമായി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അതൊക്കെ ഏതൊരു കക്ഷിയിൽ നിന്ന് നമ്മൾ അള്ളാനോട് കാവൽ ചോദിക്കുന്നുണ്ടോ ആ കക്ഷികളുടെ സ്വഭാവമാണ് അതൊക്കെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനിമിഷങ്ങളോടടുക്കുന്ന നേരത്ത് അവിടുന്ന് പറയുന്നല്ലോ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്രാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? അത് വർഗീയമായൊരു പ്രാർത്ഥനയല്ല, വ്യക്തികൾക്കല്ല അവിടെ വിദ്വേഷമുള്ളത്, വ്യക്തിയോടല്ല വെറുപ്പ് കാണിക്കുന്നത്, ആ വ്യക്തികൾ കൊണ്ട് നടക്കുന്ന ആദർശത്തോടാണ് വിരോധം കാണിക്കുന്നത്. എന്തേ അവരെ കാണിക്കുന്ന തെറ്റ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അംബിയാക്കന്മാരുടെ മഖ്ബറകളെ അവരെന്ത് ചെയ്യുന്നു? ആരാധനാലയങ്ങളാക്കി മാറ്റുന്നു. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവരിൽ ഒരു പുണ്യാളൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദാ, ആ ഖബറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖബറിന്റെ മീതയതാ സുജൂദ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കേന്ദ്രങ്ങൾ അവർ കെട്ടിയുണ്ടാക്കുന്നു. ഓ ഉമ്മത്തെ, ഞാൻ നിങ്ങളോടത് കർശനമായി വിരോധിക്കുന്നു. അലാ ഫഇന്നി അൻഹാകും അൻ ദാലിക, അത് ഞാൻ നിങ്ങളോട് ശക്തമായി വിലക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അപ്പൊ മഹാത്മാക്കളെ സ്നേഹിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെന്ന് ഊറ്റം കൊള്ളുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, മഹാന്മാരുടെ സജ്ജന പാതയിൽ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, അവര് ചിന്തിച്ചിട്ടുണ്ടോ ആ മഹത്തുക്കൾ ആരെങ്കിലും ഖുർആൻ പറഞ്ഞതുപോലെ അംബിയാക്കളോ ശുഹദാക്കളോ സിദ്ദീഖുകളോ സാലിഹികളോ അവരാരുടെ മഖ്ബറയാണ് കെട്ടിപ്പടുത്തത്? എവിടെയാണ് അവർ വിളക്ക് കൊളുത്തിയത്? എവിടെയാണ് അവർ പട്ട് മൂടിയത്? എവിടെയാണ് അവർ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചത്? എവിടെയാണ് അവർ സിയാറത്തിന് പോകുമ്പോൾ പണം കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചത്? നമ്മൾ ചിന്തിക്കണ്ടേ. സജ്ജന പാത എന്ന് പറഞ്ഞത് കൊണ്ടായോ ആ പാതയിൽ കയറിയിട്ട് വേണ്ടേ അങ്ങനെ അവകാശപ്പെടാൻ? അതേ അവസരത്തിൽ അവർ വലിയ ആദരവായിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ആദരിക്കുകയാണ്, ഞങ്ങൾ അവരെ ബഹുമാനിക്കുകയാണ്. എന്താണ് ബഹുമാനം? അവരെ വിളിച്ച് തേടലാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ രൂപത്തിൽ വലിയ കഴിവുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സഹാബത്തിന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കാത്ത ഊണും മുറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നോവർ എന്ന് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖിനെ പറ്റിയാണെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ 10 കൊല്ലത്തിന് ഞാൻ കുടിക്കില്ല, വെള്ളം തൊടില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ അഹ്മദുൽ കബീർ റിഫായിയെ ആദരവിന്റെ ലക്ഷണമായിട്ട് ഒരു കൂട്ടർ കണ്ടതെന്താണ്? അദ്ദേഹത്തെ തന്നെ വിളിച്ചു തേടലാണ്. യാ സുൽത്താന സാലികീന യാ മലാദി സയ്യിദി അഹ്മദൽ കബീരി ശിഫായി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നിഷ്പക്ഷരായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് ഉയരേണ്ടുന്ന പ്രാർത്ഥന എന്താ വിളിച്ചുകൊണ്ട് പറയുന്നത്? യാ സുൽത്താന സാലികീൻ യാ മലാദി, എന്റെ അഭയ കേന്ദ്രമേ, എന്റെ രക്ഷാകേന്ദ്രമേ, എനിക്ക് ശിഫ നൽകുന്നവരെ, എന്റെ രോഗം സുഖപ്പെടുത്തുന്നവരെ. പിന്നെ പറയുന്നതോ അർശീദന്നി ഖുത്ബൽ ആലമി ഗൗസിൽ അഅ്ളം സയ്യിദി അഹ്മദൽ കബീരി റിഫായി. എന്നെ നിങ്ങൾ നേരിന്റെ പാതയിലേക്ക് നയിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്നാണ് പറയുന്നത്.
എവിടേക്ക് വഴി കാണിച്ചു തരണം? ഇലാ തരീഖിൽ മുസ്തഖീമി മുറബ്ബി സയ്യിദി അഹ്മദൽ കബീരി റഖായി. നേരായ പാതയിലേക്ക് എന്നെ പടിപടിയായിക്കൊണ്ട് എനിക്ക് തെർബിയത്ത് തന്നുകൊണ്ട് എനിക്ക് ഓരോ അവസരത്തിലും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മുറബ്ബിയായ നിലക്ക് എന്നെ ഇങ്ങനെ പരിശീലിപ്പിച്ച് എന്നെ സിറാത്തുൽ മുസ്തഖീമിലോട്ട് വഴി നടത്തണേ എന്ന് റിഫായി ശൈഖിനോട് വിളിച്ചു തേടുന്നു. അത് വിളിച്ചു തേടുന്നവന്റെ ചിന്താഗതി എന്താണ്? അത് വിളിച്ചു തേടുന്ന മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ഈ ചോദിച്ച ചോദ്യം റിഫായി ശൈഖ് കേൾക്കുന്നു, വിളിച്ച എന്നെ കാണുന്നു, എന്റെ മനസ്സിലെ വികാരങ്ങൾ അറിയുന്നു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ആ നിലക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെയല്ലേ ഇവിടെ റിഫായി ശൈഖിനെ വിളിച്ചത്? ആ വിശ്വാസത്തോടു കൂടെയല്ലേ എല്ലാം കേൾക്കുന്ന അല്ലാഹു എന്ന രൂപത്തിൽ എല്ലാം ഇദ്ദേഹവും കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എല്ലാത്തിനും കഴിയുന്നു. ഈ ചിന്താഗതിയോടുകൂടി ഇങ്ങനെ വിളിക്കുന്ന പാർട്ടിക്കാരനാണെങ്കിലേ സുന്നത്ത് ജമാഅത്താകൂ എന്നും അവനാണ് സജ്ജനപാതയിൽ പ്രവേശിച്ചവനെന്നും ചിലർ വിശ്വസിക്കുന്നു. ഇതെങ്ങനെ സഹോദരാ വിശ്വാസമാകും? ഇതെങ്ങനെ ശരിയായ റൂട്ടിലുള്ള അധ്വാനമാകും? എന്തെങ്കിലും അധ്വാനിച്ച് വിളിച്ചു തേടിയത് കൊണ്ട് കാര്യമുണ്ടോ? ആ അധ്വാനത്തിന് അള്ളാഹു നിശ്ചയിച്ച റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകരുത്. ഈ ഒരവസ്ഥക്കും അപ്പുറം അള്ളാഹു റബ്ബുൽ ആലമീനിനുള്ള കഴിവുകളാണ് പലരും ആരോപിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അതും നമ്മുടെ വഴിയാണോ? നാം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നവരുടെ മാർഗമല്ലേ അത്? ലോകത്തതാ പല പോപ്പുമാരും ബിഷപ്പുമാരുമൊക്കെ അവർക്കിഷ്ടമുള്ള ആളുകളെ അവർ ഉയർത്തുന്നു, അവർക്കിഷ്ടമുള്ളവരെ അവർ താഴ്ത്തുന്നു, പലരെയും അവർ വാഴ്ത്തുന്നു, വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നു, വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെയായി പ്രഖ്യാപിക്കുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരാൾക്ക് അനുവാദമുണ്ടോ? അങ്ങനെ ഇസ്ലാമിൽ ആർക്കെങ്കിലും അധികാരമുണ്ടോ? താൻ ഉദ്ദേശിക്കുന്നവനെ ഉയർത്തുക, താൻ ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തുക, അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? അത് നാം ആരില്ലെന്ന് അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നുവോ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് നമ്മൾ അള്ളാഹിനോട് ഒരു വിഭാഗത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അവരുടെ സമ്പ്രദായമാണത്. അവരുടെയും വേദഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടല്ല അവർ ചെയ്യുന്നത്, കൈക്രിയ നടത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ അത്തരക്കാരുടെ സംസ്കാരങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ സത്യം ഇവിടെ പുലരുന്നു. നമ്മുടെ സമൂഹത്തിലും ചില ആളുകൾ ചിലരെ എല്ലാം വാഴ്ത്തുന്നു, വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. ശൈഖ് ജീലാനിയെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയനവർക്കാനുവാദം കൊടുത്തോവർ. മുഹീദ്ദീൻ ശൈഖിന് നിലനെ കൊടുപ്പാനും നിലനെ കളവാനും അധികാരമുണ്ട്. ചൊല്ലുകയല്ലേ മുഹീദ്ദീൻ മാലയിലൂടെ. മുഹീദ്ദീൻ മാലയിൽ എന്താണ് തെറ്റെന്ന് പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയോ? മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നു. ശൈഖ് അവറുകൾ പറഞ്ഞതാണ്. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയുന്നത് എന്താണ്? നിലനെ കൊടുപ്പാനും നിലനെ കളവാനും അള്ളാഹു എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. എത്രത്തോളം? അള്ളാഹു നിലനെ കൊടുപ്പാൻ വിചാരിച്ചിട്ടില്ലാത്തവർക്ക് പോലും ശൈഖ് അവറുകൾ നിലനെ കൊടുത്തിട്ടുണ്ട് പോലും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സമുദായം എവിടെയാണ്? ചിലർക്കൊക്കെ അരോചകമാണ് മാലകൾ പാടി പറയുന്നത്. ഈ യുഗത്തിൽ മാലപ്പാട്ടുകൾ പാടുകയോ? അതൊക്കെ ഏതോ കാലഘട്ടത്തിലെ ആളുകൾ അതൊക്കെ എന്നോ അവസാനിപ്പിച്ചു പോയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങൾ കേട്ടോ സഹോദരന്മാരെ, ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് ഈ വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള സമസ്തക്കാരുടെ ഒരു മാസികയിൽ പരിചയപ്പെടുത്തിയത് എന്താണ്? നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത് കൊണ്ട് പറയട്ടെ. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് അവർ പറയുന്നൊരു കഥ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ശൈഖ് ജീലാനിയുടെ കാലത്ത് ഔലിയാക്കളിൽ ഒരാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമുദായം, നമ്മുടെ ഉമ്മപെങ്ങന്മാര്, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ ഈ 2008 എവിടെയാ ഉള്ളത്? എവിടെയാണ് അവരെത്തി നിൽക്കുന്നത്? ചിന്തിച്ചോ. ശൈഖ് ജീലാനിയുടെ കാലത്ത് ഔലിയാക്കളിൽ ഒരാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഒരു ഔലിയന്റെ സ്ഥാനം പോയി. എങ്ങനെ അത് അറിയാൻ സംവിധാനം? അതൊന്നും ചോദിക്കണ്ട, കഥയിൽ ചോദ്യമല്ലല്ലോ.
ഒരാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടി, അതെങ്ങനെ? വല്ല ഓർഡർ പേപ്പറും കിട്ടുമോ? പിരിച്ചുവിട്ടു, വല്ല പിടിച്ചുവിടലിന്റെ നോട്ടീസും കിട്ടുമോ? അറിയില്ല. പക്ഷേ ഔലിയാക്കളിൽ ഒരാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. രാജ്യത്തെ സാധാരണക്കാരും അല്ലാത്തവരും ഇതറിഞ്ഞു. കണ്ടോ, ഈ സ്ഥാനം നഷ്ടപ്പെട്ട വിവരം രാജ്യത്തെ സാധാരണക്കാരും അല്ലാത്തവരും അറിഞ്ഞു. അള്ളാഹു പുറത്താക്കിയ ഔലിയ എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ഇയാൾക്ക് അങ്ങാടിയിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല. നാട്ടുകാരൊക്കെ കണ്ടാ പറയും, ആ വരുന്നു അള്ള പുറത്താക്കിയ ഔലിയ, ആ പോണു അള്ള പുറത്താക്കിയ ഔലിയാന്ന്. ഇങ്ങനെ ഒരാള് അള്ള പുറത്താക്കിയ ഔലിയാന്ന് എല്ലാവരും ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോ തന്നിമിത്തം ഇദ്ദേഹത്തിന് വലിയ പ്രശ്നമായി. ഇദ്ദേഹം ഔലിയാക്കളിൽ 360 പേരെ സമീപിച്ചു. 360 അന്ന് ജീവിച്ചിരിക്കുന്ന 360 ഔലിയാക്കന്മാരെ ഇദ്ദേഹം സമീപിച്ചിട്ട് എന്താ ഇദ്ദേഹത്തിന് പറയാനുള്ളത്? അള്ളാഹുവിനോട് തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണേ എന്നൊന്ന് പോയിട്ട് പറയണം. 360 ഔലിയാക്കന്മാരോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. അവര് മുഴുവനും ശുപാർശ ചെയ്തെങ്കിലും 360 ഔലിയാക്കന്മാരും അള്ളാഹിനോട് പോയിട്ട് റെക്കമെൻഡ് പറഞ്ഞെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചെടുത്തില്ല. എന്താ കാരണം തിരിച്ചെടുക്കാതിരിക്കാൻ? കാരണം കേട്ടോളൂ, അദ്ദേഹത്തിന്റെ പേര് പാപികളുടെ കൂട്ടത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയതായി ആ ഔലിയാക്കൾ കണ്ടു. കേട്ടോ, ഔലിയാക്കന്മാരിങ്ങനെ മാനത്തേക്ക് നോക്കുമ്പോൾ ഇവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോ വരുന്നതാണ്. ഒരു മേപ്പെട്ട് നോക്കിയ ലൗഹുൽ മഹ്ഫൂദിലാണ്. ഒരു വില്ലേജ് ഓഫീസിലെ മരപ്പലകന്റെ സ്ഥാനം പോലും സൂഫി ലോകത്ത് ലൗഹുൽ മഹ്ഫൂദിനില്ല. മേപ്പോട്ട് നോക്കിയാൽ കാണുന്നത് തന്നെ ലൗഹാണ്. എന്തെങ്കിലും ചോദിച്ചാൽ മേപ്പോട്ട് നോക്കും. അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോ വരുന്നതാണ്. വല്ലതും ചോദിച്ചാൽ തന്നെ മിണ്ടൂല. അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോ വരും. മേപ്പോട്ട് നോക്കിയിട്ട് അനുവാദത്തിന് കാത്തിരിക്കുകയാണ്. അങ്ങനെ മേലോട്ട് നോക്കും, അങ്ങനെ മേലോട്ട് നോക്കി വായിക്കും. അപ്പൊ ഇവര് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം കുറച്ച് പ്രശ്നമാണ്, തിരിച്ചെടുക്കാൻ വകുപ്പില്ല. ഔലിയാക്കന്മാരുടെ ലിസ്റ്റിലല്ല ഞങ്ങളുള്ളത്, KD ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ലൗഹുൽ മഹ്ഫൂദിൽ ഞങ്ങൾ കണ്ടിട്ടാ വരുന്നത്. ഈ 360 ഔലിയാക്കന്മാർ വന്നിട്ട് ഈ പുറത്താക്കപ്പെട്ട ഔലിയയോട് പറയാൻ ഈ വിവരം അവർ അദ്ദേഹത്തെ ധരിപ്പിച്ചു. നിങ്ങളെ തിരിച്ചെടുക്കാൻ ചാൻസ് ഇല്ല. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അവസാനം അദ്ദേഹം ശൈഖ് ജീലാനിയെ സമീപിച്ചു, ശുപാർശക്ക് ആവശ്യപ്പെട്ടു. അങ്ങനെയല്ലോ ചെറിയ ചെറിയ ആൾക്കാരായിട്ട് പോയിട്ട് നടന്നില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, MLA, MP കൊണ്ടൊന്നും നടന്നില്ലേ പിന്നെ മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി, വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പിന്നെയല്ലോ. അവസാനം ശൈഖ് ജീലാനിയെ സമീപിച്ചിട്ട് ഇയാൾ പറഞ്ഞു, ശൈഖ് അവറുകൾ നിങ്ങളൊന്ന് പോയിട്ട് അള്ളാഹിനോട് പറയണം എന്നെ ഒന്ന് തിരിച്ചെടുക്കാൻ. അപ്പോ ശൈഖ് അദ്ദേഹത്തെ അങ്ങനെ സമാധാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താ സമാധാനിപ്പിച്ചു കൊടുത്ത വാചകം? നിങ്ങൾ അള്ളാഹുവിങ്കൽ തള്ളപ്പെട്ടവനാണെങ്കിൽ സ്വീകരിക്കപ്പെട്ടവനാക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ അള്ളാന്റെ അടുക്കൽ തള്ളപ്പെട്ടവനാണെങ്കിൽ സ്വീകരിക്കപ്പെട്ടവനാക്കാൻ എനിക്ക് കഴിയും. ശൈഖ് അവറുകൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തു. എന്താ ശുപാർശ? പടച്ചവനെ, ഇദ്ദേഹത്തെ നീ തിരിച്ചെടുക്കണം. അള്ളാഹു മറുപടി നൽകി. എന്താ മറുപടി? 360 ഔലിയാക്കൾ ശുപാർശ ചെയ്തിട്ടും ഈ വിഷയത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. 360 ഔലിയാക്കന്മാർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവിടെ നിവൃത്തിയില്ല കേട്ടോ. എന്താ വേണ്ടത്? അപ്പൊ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞേ, പടച്ചോനെ അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ. ഇദ്ദേഹത്തിന്റെ പേര് ലൗഹിൽ പാപിയായാണ് രേഖപ്പെട്ട് കിടക്കുന്നത്. അള്ളാഹു അതും പറഞ്ഞു. ലൗഹിൽ മഹ്ഫൂദിൽ പാപികളുടെ ലിസ്റ്റിലാണ് ഇയാളുള്ളത്. KD ലിസ്റ്റിൽ രേഖപ്പെട്ടു പോയി, ഇനി നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശൈഖ് പറഞ്ഞു, ഇദ്ദേഹത്തെ നിന്റെ അരികിൽ സ്വീകാര്യനാക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തല്ലോ പടച്ചോനെ. ഈ വാക്ക് എന്റെ നാക്കിലൂടെ നീ പുറത്തു വിട്ടല്ലോ റബ്ബേ. ഞാനങ്ങനെ പറഞ്ഞു പോയില്ലേ? അപ്പൊ അള്ള പറഞ്ഞു പോയിന് പ്രശ്നമൊന്നുമില്ല. പാപികളുടെ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നു, അവിടെ വെട്ടി എഴുതാതൊന്നും പ്രശ്നമല്ല. ഞാനങ്ങനെ പറഞ്ഞില്ലേ, നീ പറയിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇനി പടച്ചോനെ തിരിച്ചെടുത്തേ പറ്റൂ. നീ തിരിച്ചെടുക്കണേ, അതിനാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കണേ. ഇതിന് അള്ളാഹു ഇങ്ങനെ മറുപടി നൽകി, ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങൾ സ്വീകരിച്ചവനെ ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ തള്ളിയവനെ ഞാനും തള്ളി. ശേഷം ഇയാളുടെ പേര് പാപികളുടെ കൂട്ടത്തില്ലെന്ന് അള്ളാഹു മായിച്ചു കളഞ്ഞു, ഔലിയാക്കളുടെ രേഖയിൽ ചേർത്തു. ശേഷം അള്ളാഹു ശൈഖ് അവറുകളെ അറിയിച്ചു, ഹേ ഗൗസുൽ അഅ്ലം, നിങ്ങൾക്ക് പലതും ഞാൻ തരും. സ്ഥാനം കൊടുക്കലും സ്ഥാനം കളയലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതാരാ അറിയിച്ചതെന്നത്? ആരാ ഇത് കേട്ടത്? എന്താ അതിന്റെ രേഖ? എന്തൊക്കെയാണ് അതിന്റെ മറ്റു വിശേഷണങ്ങൾ? ആരോടാ ചോദിക്കാൻ? ആർക്കാണത് ചോദിക്കാൻ?
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സമുദായം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഈ സമുദായം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇങ്ങനെ നിലനെ കൊടുക്കുന്നു, നിലനെ കളയുന്നു. വത്തിക്കാനിൽ നിന്ന് പോപ്പിന് അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ പോലും 60ഓളം കൊല്ലത്തെ പരിശോധന വേണ്ടി വന്നു എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. അതേ അവസരത്തിൽ അതാ ബഹറിന്നൊഴുകി വന്നെത്തിയ ബീവിയാൾ ഇസ്മീനെ അറിയൂല ആരാലും, ബീവി ബാലദീനെ അറിയൂല ആരാലും, ബിരിയ പെറ്റോരെ മയ്യത്ത് കണ്ടോരും. അൽഫോൻസ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ പോപ്പിന് ഒരുപാട് കാലം പഠിക്കേണ്ടി വന്നു. ആ കർമ്മം തന്നെ അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല. പക്ഷെ ചെയ്ത കള്ളത്തരത്തിലും ഒരു ഇത്തിരി ആത്മാർത്ഥത, കുറച്ച് പഠിച്ചിട്ട് മതി, കുറച്ച് അന്വേഷിച്ചിട്ട് മതി, പലതും ആലോചിച്ചിട്ട് മതി. പക്ഷേ അതും ഇവിടെ കണ്ടില്ല. പക്ഷേ അവിടും ഇത് ചില മൗലാനമാർക്ക് അതൊന്നും ആവശ്യമില്ല. അതാ ബഹറിന്നൊഴുകി വന്നെത്തി ഒരു പെണ്ണിന്റെ ജഡം. കൂടവരാണുണ്ടായിരുന്നു. ആണിന്റെ ജഡം വലിയൊരു കുഴപ്പമില്ല, പെട്ടെന്ന് മറുപാടി വല്ല കവിതാക്കളും ചാടി ആത്മഹത്യ ചെയ്തതാണോ അല്ലാഹു അഅലം. ഇതാ കാലഘട്ടത്തിൽ സുന്നി വേദി വാരിക പ്രകടിപ്പിച്ച സംശയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അങ്ങനെ ആ നിലക്ക് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവിടെ ആ ഒരുപാട് ദിവസം അങ്ങനെ കിടന്ന് അടുക്കാൻ പോലും കഴിയാതെ ഈ ജഡം ഇങ്ങനെ ചീഞ്ഞുനാറിയപ്പോ ഏതോ ഒരു വ്യക്തിയെ കൊണ്ടാണ് അത് കുഴിച്ചു മൂടിച്ചത് എന്ന് അന്നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതേ, യാതൊരു ഊരും പേരും ഒന്നും അറിയാത്ത അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ബഹുമാനൊരു പീറന്നുള്ള നാട് അത്, വെളിയങ്കോട്ടുമ്മർ കളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനേരൊക്കെ പെറ്റ നാട്. ഊരും പേരൊന്നും അറിയില്ലെങ്കിലും ബഹുമാന്യരായ കുഞ്ഞിമരക്കാർ ഷഹീദ്, വെളിയങ്കോട്ട് ഉമ്മർ ഖാദി ഇവരൊക്കെ പെറ്റ നാട്ടിലല്ലേ ബീവിയുടെ മയ്യത്ത് വന്നിരിക്കുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, അതാ പാകളുടെ അറിവ്. കുറച്ച് ദിവസം കഴിഞ്ഞു ഇതൊക്കെ കുഴിച്ചിട്ട് അപ്പോഴേക്ക് വരുമാനം കിട്ടുന്നു എന്ന് കണ്ടപ്പോ ഊരും പേരും അറിയാത്ത, ബലദിന് പേരറിയാത്ത, ഊരറിയാത്ത ആൾക്ക് പിന്നെ പേരായി മുനമ്പത്ത് ഫാത്തിമത്തു സുഹ്റ. ബോർഡുയർന്നു, ജാറമുയർന്നു, ദർഗ ഉയർന്നു. കീഴിൽ ഒരുപാട് പള്ളികൾ, മദ്രസകൾ, അനാഥശാലകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മാറാത്ത രോഗങ്ങൾക്ക് അവിടെ ശിഫയുണ്ട്, പരിഹരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾക്ക് അവിടെ സിദ്ധിയുണ്ട്. ഏതുപോലെ വത്തിക്കാനിലെ പോപ്പിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി ഭരണങ്ങാനത്തെ അൽഫോൻസമ്മയുടെ കബറിടത്തിലതാ തിരികത്തി തെളിയാൻ തുടങ്ങി. കുട്ടികൾ പരീക്ഷ വിജയിക്കാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾക്ക് വേണ്ടി അൽഫോൻസമ്മയെ വിളിച്ചു തേടുന്നു. അൽഫോൻസമ്മക്ക് സ്വന്തം കഴിവുണ്ടെന്ന് ഒരൊറ്റ ക്രിസ്ത്യാനിയും വിശ്വസിച്ചിട്ടില്ല. കർത്താവ് കൊടുത്ത കഴിവല്ലാതെ കർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരം ചെയ്യുന്ന അമ്മയാണ്. അതുകൊണ്ട് കാര്യം നേടിക്കിട്ടിയാൽ പത്രത്തിലതാ പരസ്യം കൊടുക്കുന്നു ക്രിസ്ത്യാനി, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. താങ്കളുടെ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ എൻ്റെ രോഗം ശിഫയായതുകൊണ്ട് നന്ദി പറയുന്നു അമ്മേ, നന്ദി പറയുന്നു എന്ന് പത്രത്താളുകളിലൂടെ അവരുടെ ശുക്റും നന്ദിയും അവർ രേഖപ്പെടുത്തുന്നു. ആ കബറിടം മുത്തുന്നു, ആ കബറിലേക്ക് നേർച്ചകൾ ഒഴുകുന്നു. ധാരാളക്കണക്കിന് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഭരണങ്ങാനത്തുള്ള കബറിടത്തിലേക്ക് പോകുന്നു. ഈ സംസ്കാരത്തിലേക്ക് മുസ്ലിമേ, ഊരേരെന്നറിയാത്ത, പേരേരെന്ന് പോലും അറിയാത്ത ഈ ജഡത്തിൽ ഒഴുകി ഈ കടലിലൂടെ ഒഴുകി വന്നിട്ടുള്ളവർ ജഡത്തെ കുഴിച്ചിട്ടിടത്തേക്ക് ആയിരക്കണക്കിന് മാപ്പിളമാരി മുസ്ലിമീങ്ങള് ജാതി മതഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ ആളുകൾ അങ്ങോട്ട് ഒഴുകിയിട്ട് അതാ ഒരു പേരും ഊരുമൊന്നും അറിയാത്ത ആ ഒരു സ്ത്രീയുടെ ജഡത്തെ കുറിച്ച് പിന്നെ വിശുദ്ധ പ്രഖ്യാപനങ്ങളുടെ മാലകളല്ലേ ഇറക്കിയത്, മൗലീദുകളല്ലേ ഇറക്കിയത്. ഈ സമുദായം എവിടെയാണ്? ഈ സമുദായം എവിടെയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് ഇസ്ലാമാണോ? ഇസ്ലാമികമായ ഒരവസ്ഥയിലാണോ ഉള്ളത്? അങ്ങനെ ആരെയൊക്കെ ഇവർ വിശുദ്ധരാക്കുന്നു. ഓച്ചിറയിൽ കുപ്പയിൽ വന്നിരുന്നിരുന്നു ഒരു ദാമോദരൻ, ഇന്ന് പേര് മാറിയില്ലേ? ഓച്ചിറയിലെ കുപ്പയിൽ ഇരുന്നിരുന്നയാള് വലിയുല്ലാഹി ഓച്ചിറ ഉപ്പൂപ്പയായി. വലിയുല്ലാഹി ഓച്ചിറ ഉപ്പൂപ്പയായി എന്ന് മാത്രമല്ല, ആ മഖ്ബറയിലേക്ക് സിയാറത്തിന്റെ ഉദ്ഘാടനം കേരളത്തിലെ ഒരു പണ്ഡിതൻ അയാൾ കൂട്ട സിയാറത്ത് നടത്തിയതായിട്ട് ഇന്നും രേഖകളിൽ തെളിഞ്ഞു കിടക്കുന്നു. ആരാ ഇവരെ പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? വേങ്ങരയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തെ പിടിച്ച് കബറടക്കിയിട്ട് പിന്നെ എന്താ പറഞ്ഞത്? താജുൽ ഔലിയാ
വേങ്ങര കോയ പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പിന്നെ അങ്ങ് ഉയർന്നു ദറജയിലെത്തി. ജാറം ഉദ്ഘാടനം ചെയ്തു. ഒരു മഹനീയനായ ഏറ്റവും അക്കാലഘട്ടത്തിൽ പേരുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ഇവരങ്ങ് പ്രസിദ്ധീകരിക്കുകയാണ്, ഇവരങ്ങ് പ്രസിദ്ധപ്പെടുത്തുകയാണ്. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയനവർക്കനുവാദം കൊടുത്തോവർ. മാത്രല്ല ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിലനെ കൊടുക്കുന്നു, നിലനെ കളയുന്നു. ഗ്രൂപ്പ് നോക്കിയിട്ട് വാഴ്ത്തുന്നു, താഴ്ത്തുന്നു. കാസർഗോഡ് ജില്ലയിൽ കാണാം കോട്ടിക്കുളം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. കോട്ടിക്കുളത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഖാദിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോട്ടിക്കുളത്തെ ഖാദിരിക്ക് 2 ഗ്രൂപ്പുകാർ 2 പേരാ കൊടുക്കുന്നത്. ഈ കെ അബൂബക്കർ മുസ്ലിയാരി അദ്ദേഹത്തെ പറ്റി പറഞ്ഞതെന്താണ്? ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഖാഹിരി. ഓഹോ, ഇതെന്തൊരു ഖാദിരി, ഇത് വല്ലാത്തൊരു പാതിരിയച്ഛനാണല്ലോ ഈ ഹമുക്ക് എന്നാ പറഞ്ഞത്. ആരെപ്പറ്റി? കോട്ടിക്കുളം ഖാദിരിയെ പറ്റി. കോട്ടിക്കുളം ഖാദിരി ഖദ് ജാഅ ഫീനാ ഖാദിരി, ഖാദിരി എന്ന് പറഞ്ഞിട്ട് ഒറ്റം വന്നിട്ടുണ്ട്. മിസ്ലൽ ഹിമാരിൽ ഖാഹിരി, ഇത് വല്ല മികച്ച കഴുതന്നെയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പാടിയതാണ്.